നമുക്ക് മന്തി ഉണ്ടാക്കണം. അപ്പം അതിന് വേണ്ടി ഒരു കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി അരച്ചെടുക്കണം, കുരുമുളക് 2 സ്പൂൺ, ജീരകം, ചെറുജീരകം കേട്ടോ, പിന്നെ മല്ലി 2 സ്പൂൺ, 2 സ്പൂൺ കാശ്മീരി ചില്ലി, ഉപ്പ് ആവശ്യത്തിന്, സൺഫ്ലവർ ഓയിൽ, ഇതെല്ലാം ഇട്ടിട്ടാണ് നമ്മൾ മന്തി മസാല റെഡിയാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി റെഡിയാക്കി ഞാൻ മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് വേഗം തന്നെ നമ്മൾ ചിക്കനിലേക്ക് പെരട്ടി അങ്ങോട്ട് കൊടുക്കാം. ചിക്കൻ അത്യാവശ്യം വലുപ്പത്തിലേക്ക് എടുത്തത് ഞാൻ അങ്ങനെ, എനിക്ക് അങ്ങനെ ഒരുപാട് വലിയതൊന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഒരു മീഡിയം ടൈപ്പിലാണ്. അപ്പോൾ സ്കിന്നില്ലാത്ത ചിക്കൻ ആട്ടോ നമ്മുടെ അടുത്തുള്ളത്. ശരിക്കും സ്കിന്നുള്ള ചിക്കനാണ് കുഴിമന്തിക്ക് എടുക്കാറ്. അപ്പോൾ അതവിടെ മാരിനേറ്റ് ചെയ്തിട്ട് അവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമുക്ക് അരി വേവിക്കാം കേട്ടോ. അതിനുവേണ്ടി ചിക്കൻ സ്റ്റോക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സ്റ്റോക്ക് വീട്ടിൽ തന്നെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. നല്ല തൊലിയുള്ള ചിക്കനൊക്കെ വെന്ത് കഴിഞ്ഞാൽ വെള്ളം ഉണ്ടല്ലോ, അപ്പോൾ അതാണെങ്കിൽ അതുണ്ട്. അപ്പോൾ നമ്മുടെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ചിക്കൻ സ്റ്റോക്ക് എടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് നമ്മൾ അത് ഒരു ബാർ എടുത്തിട്ടുണ്ട്. പിന്നെ പട്ട, കറിയാമ്പൂ, സജീരകം, ഏലക്ക, അങ്ങനെ അരി വേവിക്കാനുള്ള തക്കോലം, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് സൺഫ്ലവർ ഓയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് നമ്മൾ മന്തിയുടെ മെയിൻ സംഭവം. അപ്പോൾ അതൊരു 2 സ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വേറെ നെയ്യോ ഫ്ലേവറൊന്നും പാടില്ല, ഫ്ലേവർഡ് ഓയിലൊന്നും പാടില്ല. പിന്നെ ഉണക്കനാരങ്ങ ഉണ്ട് കേട്ടോ, ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഒരുപാട് ഉപ്പ് വേണ്ട, കാരണം ചിക്കൻ സ്റ്റോക്കിന് ഓൾറെഡി ഉപ്പുണ്ടാകും. എന്നിട്ട് അതും വേവിക്കാൻ വെച്ചു. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത ചിക്കൻ അവിടെ ഇപ്പുണ്ടല്ലോ, അപ്പോൾ അത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം, കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് ഹൈ ഫ്ലെയിമിൽ അതിന് ചിക്കൻ ഇട്ടിട്ട് ഒന്ന് അടച്ചു വെച്ച് കഴിയുമ്പോൾ തന്നെ ഒരു 8-9 മിനിറ്റ് കഴിഞ്ഞ് തുറക്കുമ്പോഴേക്കും ചിക്കനിൽ നല്ലോണം വെള്ളം ഇറങ്ങിയിട്ടുണ്ടാവും. പിന്നെ നമ്മുടെ മസാലയൊക്കെ, മന്തി മസാലയൊക്കെ കിടന്ന് അടിപൊളിയായിട്ടൊന്ന് കുക്കായിട്ടുണ്ടാകും. ഒരു ഹാഫ് കുക്കൊക്കെ ആയി കഴിയുമ്പോഴേക്കും നമുക്ക് ക്യാപ്സിക്കവും അതുപോലെ തന്നെ സവാളയും കുനുകുനാന്നരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ മേത്തോട്ടല്ല, സോറി, നമ്മുടെ ചിക്കൻ്റെ മേത്തോട്ട് അങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോഴേക്കും അത് അവിടെ നിന്ന് വേവുമ്പോഴേക്കും നമ്മൾ ഒരു വിസിൽ മതി. നമ്മുടെ എല്ലാ ബസ്മതി റൈസ് ആയിരുന്നു, അപ്പോൾ ഒരു വിസിൽ കൊണ്ട് തന്നെ കുക്കായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് കുക്കാകുമ്പോൾ ശ്രദ്ധിക്കണം. എന്നിട്ട് നമുക്ക് ദം ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കനിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇങ്ങനെ അരിയിട്ട് കൊടുത്തിട്ട് 2 പച്ചമുളകൊക്കെ ഇങ്ങനെ കുത്തി വെച്ചിട്ട് ഒരു ചാർക്കോൾ പീസ് എടുത്തിട്ട് എണ്ണ ഒഴിച്ച് അങ്ങോട്ട് ഫ്ലെയിം കത്തിച്ച് കൊടുക്കുക. അപ്പോഴേക്കും നല്ലോണം പുക വരും കേട്ടോ. സ്മോക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. മന്തിയുടെ മെയിൻ സംഭവം അതാണ്. എന്നിട്ട് നമുക്ക് അടച്ചു വെച്ച് ദം ചെയ്യാം. ഇതാണ് മന്തിയുടെ മെയിൻ സംഭവം. അത് ഇങ്ങനെയാണ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡും, അപ്പോൾ നമ്മൾ ഏകദേശം ഒരു ഹസ്ബൻഡും അടിപൊളിയാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 90% നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ഞാൻ കുറച്ച് ടൊമാറ്റോ സോസ് ഇട്ട് കെച്ചപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ തക്കാളി വേണമെങ്കിൽ ഇത്തിരി ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇപ്പം എനിക്ക് ഇതാണ് ഇഷ്ടമായത് കേട്ടോ. അപ്പോൾ ഞാൻ വിളമ്പി നല്ല ചൂടോടെ തന്നെ കഴിക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. സീരിയസ്ലി ഞാൻ പറഞ്ഞു, ഇങ്ങനെ തന്നെ നിങ്ങൾ ഇതുപോലെ തന്നെ സെയിം നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞാൽ ഒരു 95% വരെയൊക്കെ നമുക്ക് എത്തുന്നുണ്ട്. പിന്നെ എന്തോ സെൻസ് കാര്യങ്ങളൊക്കെ അവരുടെ, എനിക്കറിയില്ല എന്താ സംഭവം എന്ന്, ചെറിയൊരു വ്യത്യാസം, അത് ഒരു വേരിയേഷൻ പുറത്തുനിന്നൊക്കെ കഴിക്കുന്നവർക്ക് അത് പെട്ടെന്ന് മനസ്സിലാവും. അല്ലാത്തവർക്ക് എനിക്കൊന്നും വലിയ കുഴപ്പമില്ല. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. എന്നിട്ട് ഇഷ്ടമെങ്കിൽ പറഞ്ഞാൽ അപ്പോൾ അത്രയ്ക്കുള്ള സബ്സ്ക്രൈബ്